ടീം യു ഡി എഫ് എന്നായിരുന്നു കഴിഞ്ഞ ദിവസം വരെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അതിൽ നിന്ന് മാറിയിട്ട് ഇപ്പോൾ ടീം KPCC എന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട്. എന്താ ഉദ്ദേശിക്കുന്നത്? എല്ലായിടത്തും വിജയങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ക്രെഡിറ്റ് അടിച്ചെടുത്തുകൊണ്ട് പോകുന്ന കുറെ ഊച്ചാളികളുണ്ട്. ഇതല്ലാതെ മറ്റൊന്നും നമ്മൾ ഷാഫിയുടെ അടുത്തൊന്നും പ്രതീക്ഷിക്കത്തില്ല. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫോട്ടോ ഇപ്പോൾ അവർക്ക് ഔദ്യോഗികമായിട്ട് അവരുടെ സൈബർ വിങ്ങിനെ കൊണ്ട് പോസ്റ്ററിൽ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ആ വ്യാളി സംഘത്തിനകത്തേക്ക് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് കൂടെ പെട്ടുപോകുന്ന ദൗർഭാഗ്യകരമായ കാഴ്ചയായി. സത്യത്തിൽ ഇതിൻ്റെ ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ആരും വരേണ്ടതില്ല. ഇതിൻ്റെ ക്രെഡിറ്റ് തട്ടിയെടുക്കേണ്ടത് ഇതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് വെള്ളാപ്പള്ളി നടേശൻ. ഷാഫിയുടെ സാന്നിധ്യമുള്ള ജില്ലയാണ് നിരന്തരമായിട്ട്. അവിടെ കോഴിക്കോട് കോർപ്പറേഷൻ പിടിക്കാൻ പറ്റില്ല, ബാക്കിയുള്ളവർക്കെല്ലാം പിടിച്ചല്ലോ. KPCC പ്രസിഡന്റിനെ നിലയ്ക്ക് നിർത്താൻ AICC നേതൃത്വം തന്നെ തയ്യാറാവണമെന്ന് എനിക്ക് പറയാം. രാജൻ നമസ്കാരം. നമസ്കാരം. രാജൻ്റെ ഈ ടീം യു ഡി എഫ് എന്നായിരുന്നു കഴിഞ്ഞ ദിവസം വരെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അതിൽ നിന്ന് മാറിയിട്ട് ഇപ്പോൾ ടീം KPCC എന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട്. എന്താ ഉദ്ദേശിക്കുന്നത്? അല്ല, ടീം KPCCയിലേക്ക് വരുന്നതിന് മുമ്പ് ഇതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, എല്ലായിടത്തും വിജയങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ക്രെഡിറ്റ് അടിച്ചെടുത്തുകൊണ്ട് പോകുന്ന കുറേ ഊച്ചാളികളുണ്ട്. ആ വ്യാളി സംഘത്തിനകത്തേക്ക് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് കൂടെ പെട്ടുപോകുന്ന ദൗർഭാഗ്യകരമായ കാഴ്ചയായി. 10-20 വയസ്സുള്ള പക്വതയുള്ള ഇരുത്തം വന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞ് അവതരിപ്പിക്കാൻ സ്കില്ലുള്ള അഭിഭാഷകനായ ഒരു കുടിയേറ്റ കർഷക കുടുംബത്തിൽ ജനിച്ച് വളർന്ന് കണ്ണൂർ പോലെയുള്ള ജില്ലയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള പഴയ DCC പ്രസിഡന്റായിരുന്ന KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഈ വ്യാളി സംഘത്തിൽ പോയി പെട്ടുപോയത് കാണുമ്പോൾ സങ്കടമാകും. സത്യത്തിൽ അദ്ദേഹം ഡീഗ്രേഡ് ചെയ്യപ്പെടുകയാണെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നില്ല. സത്യത്തിൽ ഇതിൻ്റെ ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ആരും വരേണ്ടതില്ല. ഇതിൻ്റെ ക്രെഡിറ്റ് തട്ടിയെടുക്കേണ്ടത് ഇതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് വെള്ളാപ്പള്ളി നടേശൻ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. കാരണം വെള്ളാപ്പള്ളി നടേശൻ്റെ ആ ശബരിമലയിലെ ആ പോക്കും ആ സംഭവങ്ങളും വിദ്വേഷ പ്രചാരണങ്ങളും ഒക്കെയാണ് ഇത്ര വലിയൊരു മാസ്മരിക വിജയത്തിലേക്ക് നമ്മളെ അത്ഭുതപ്പെടുത്തിയെന്നല്ല, UDF തന്നെ അത്ഭുതപ്പെടുത്തിയ, CPM ഞെട്ടിച്ച, എല്ലാവരെയും ഞെട്ടിച്ച ഒരു വിജയത്തിലേക്ക് എത്തിയത്. ആ വിജയത്തിനകത്ത് പിന്നീട് ഇവർ കടപ്പെട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോറ്റിയെ കേറ്റിയെ എന്നുള്ള പാട്ട് എഴുതിയിട്ടുള്ള നമ്മുടെ എനിക്ക് അഭിമാനപൂർവ്വം പറയാൻ പറ്റും. ആ പാട്ടിനെതിരെ ഇപ്പോൾ വലിയ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഞാൻ പറയുന്നത് അതൊക്കെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പരിധിയിൽ കാണേണ്ടതാണ്. പക്ഷേ അയ്യപ്പനെ അയ്യപ്പനെ അപമാനിക്കുകയല്ല ചെയ്യുന്ന, ശരിക്കും സത്യത്തിൽ അത് അയ്യപ്പനെ അപമാനിക്കുകയല്ല. ഒരു പാരഡി പാട്ടിൽ അയ്യപ്പൻ്റെ പേര് വന്നതിനോട് യോജിപ്പില്ല. ഇപ്പം ഞാനൊക്കെ പാർട്ടിക്കകത്ത് പ്രവർത്തിക്കുന്ന കാലത്ത് നമ്മളൊക്കെ എന്തെല്ലാം ക്യാമ്പസ് കാലഘട്ടം തൊട്ട് എന്തെല്ലാം പാർട്ടി പാർട്ടികളൊക്കെ ഉണ്ട്. അവിടെ ദൈവസങ്കല്പങ്ങളെയും ബാക്കി ഇതൊരു പൊളിറ്റിക്കൽ പാർട്ടി അത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഉപയോഗിച്ചു എന്നുള്ളതാണ് എൻ്റെ അത്. അപ്പോൾ അതുപോട്ടെ, അതൊരു മറ്റൊരു വിഷയം. ഞാൻ പറഞ്ഞ എന്തായാലും പോറ്റിയെ കേറ്റിയെ എന്ന പാട്ട് ഒരു പ്രാവശ്യമെങ്കിലും അറിയാതെ CBM മൂളിക്കാണും, ഞാനും മൂളിയിട്ടുണ്ട്. അതെല്ലാവരും ഒന്ന് മൂളിക്കാണും. കാരണം എന്ന് വെച്ചാൽ അതിനകത്തൊരു അതിൻ്റെ ഈണം അതിൻ്റെ ആ വരികളുടെ ഒരു സ്വാമി അയ്യപ്പ എന്നുള്ള പാട്ടിന്റെ പാരഡി അല്ലേ? നമ്മൾ അറിയാതെ പാട്ടി മനസ്സിലെല്ലാവരും ഏറ്റെടുത്തേക്കുന്ന ഒരു പാട്ടാണ് സ്വാമി അയ്യപ്പ എന്നുള്ള പാട്ട്. ഈ കുഞ്ഞബ്ദുള്ള ചാലപ്പുറം, GP ചാലപ്പുറം എന്ന് പറയുന്ന ഖത്തറിലെ ബിസിനസ്സുകാരനായിട്ടുള്ള കക്ഷിയാണ് ഈ പാട്ട് എഴുതിയിട്ടുള്ളത്. ആ പാട്ട് പാടിയത് ഡാനിഷ് മലപ്പുറം എന്നുള്ള ആളാണ് ഗാനം രചിച്ചത്. അയാളല്ല വിഷ്വലിനകത്തുള്ളത്. അപ്പം മലപ്പുറത്തുകാരി തന്നെയായിട്ടുള്ള സുബൈർ പന്തല്ലൂരും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തും കൂടിയിട്ടുള്ള ഹനീഫ മുടിക്കോടുമാണ് ഈ പാട്ട് മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് ഇറക്കിയ പാട്ട്. മുസ്ലിം ലീഗുകാർ ഇറക്കിയെന്നല്ല, ഞങ്ങൾ മലപ്പുറത്തുകാർ മുസ്ലിം ലീഗുകാർ ഇറക്കിയ പാട്ടെന്ന് ഞാൻ പറയാം. അപ്പോൾ ആ വെള്ളാപ്പള്ളിയും ഈ പാട്ടുമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രചാരണം. കേരളത്തിലെ ജനങ്ങളോ കേരളത്തിലെ ജനങ്ങൾ ജനങ്ങളെ സ്വാധീനിക്കാൻ ഈ സാധനത്തിന് പറ്റിയെന്നല്ല, ഒരു ഇലക്ഷൻ സ്ലോഗനേക്കാൾ കൂടുതൽ എഫക്റ്റീവായിട്ടുള്ള ഒരു പാട്ടായിട്ട് മാറിയിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ വരുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലാകാലങ്ങളായിട്ട് അങ്ങനെ ചെയ്യുന്നതാണ്. ഇപ്പം ഇതല്ലാതെ മറ്റൊന്നും നമ്മൾ ഷാഫിയുടെ അടുത്തൊന്നും പ്രതീക്ഷിക്കത്തില്ല. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫോട്ടോ ഇപ്പോൾ അവർക്ക് ഔദ്യോഗികമായിട്ട് അവരുടെ സൈബർ വിങ്ങിനെ കൊണ്ട് പോസ്റ്ററിൽ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അവരിറക്കിയിട്ടുള്ള BGM ഒക്കെ ഇട്ടിട്ട് ഇറക്കിയിട്ടുള്ള പോസ്റ്ററുകൾക്കകത്ത് സണ്ണി ജോസഫിനെയും ഇവരെയൊക്കെ പേരിന് വേണ്ടി വെച്ചിട്ടുണ്ട്, ഷാഫിയുടെ ഫോട്ടോയും കൂടെ കൊടുത്ത് വെച്ചിട്ട് ഒരു 4-5 പേരെ മാത്രം ഫോട്ടോ വെച്ചിട്ട് അവതരിപ്പിക്കുന്നതിനകത്തെ അനൗചിത്യത്തെക്കുറിച്ച് സണ്ണി ജോസഫാണ് ചിന്തിക്കേണ്ടത്. ടീം UDF അതിൻ്റെ ക്രെഡിറ്റ്. ടീം UDF എന്ന് സതീശൻ UDF ചെയർമാനാണ്. സതീശൻ ഉത്തരവാദിത്വപൂർവ്വം പറയുമ്പം അടൂർ പ്രകാശും സണ്ണി ജോസഫും ഒക്കെ അത് UDF വർക്കാണെന്ന് തന്നെ പറയേണ്ടത്, അല്ലാതെ KPCC ഒന്നും അല്ല. അത് മാത്രമല്ല, അവർ പണിയെടുത്തിട്ടില്ലെന്നല്ല പറയുന്നത്. അവരുടെ കൂടെ നിന്ന് പണിയെടുത്ത ബാക്കിയുള്ളവരില്ലേ? അങ്ങ് കോഴിക്കോട് ജില്ലയിൽ നോക്കിക്കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ലയ്ക്കകത്ത് RMP അവരതായിട്ടുള്ള പണിയെടുത്തിട്ടില്ലേ? അവർ ഒഞ്ചിയത്തും ഏറാമലിലൊക്കെ അവരതായിട്ടുള്ള കേന്ദ്രങ്ങളിൽ അവരതായിട്ടുള്ള പണിയെടുത്തിട്ടില്ലേ? അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം CMPയുടെ CP ജോൺ താത്വിക ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെ പലപ്പോഴും വളരെ ആഴത്തിൽ പഠിച്ച് പുള്ളിയുടെ അഭിമുഖം അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു പ്രസംഗം കേൾക്കാൻ ആൾക്കാർ എല്ലാവരും ശ്രദ്ധിക്കുന്ന കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും ശ്രദ്ധിക്കും CP ജോൺ എന്താണ് ആ വിഷയത്തെക്കുറിച്ച് പറഞ്ഞതെന്നുള്ളത്. ചെറിയാൻ ഫിലിപ്പ് ഈ വയസ്സുകാലത്ത് ഇന്ദിരാഭവനിൽ ഇരുന്നിട്ട് ഇടുന്ന ഫേസ്ബുക്ക് പോസ്റ്റുകൾ പോലും ഈ ആശയ പ്രചാരണത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ഓരോ മനുഷ്യരും ഇല്ലേ, ഇപ്പം NK പ്രേമചന്ദ്രനെ നമ്മൾ വിമർശിച്ചിട്ടുണ്ടെങ്കിലും കൊല്ലം അട്ടിമറിക്കുന്നതിനകത്ത് NK പ്രേമചന്ദ്രനും ഷിബു ബേബി ജോണിനും വലിയ റോളുണ്ട്. അട്ടിമറിക്കുന്നതിനകത്ത് അവിടെ കുടിക്കുന്നു സുരേഷിന് റോളുണ്ട്. ഈ വയസ്സുകാലത്ത് AK ആന്റണി വരെ പല കൺവെൻഷനുകളിലൊക്കെ പങ്കെടുത്തു. PJ കുര്യൻ പങ്കെടുത്തു. ആന്റണി പത്തനംതിട്ടയ്ക്കകത്ത് ആന്റണിയുടെ ഇടപെടലില്ലേ,
രാജ്മോഹൻ ഉണ്ണിത്താൻ ഒക്കെ എടുത്തിട്ടുള്ള കർശനമായിട്ടുള്ള ചില നിലപാടുകളുടെ ഭാഗമായിട്ടല്ലേ കോൺഗ്രസിന് വലിയ ഡാമേജ് എന്ന് കരകയറാൻ പറ്റിയത്. കെ മുരളീധരൻ അല്ല, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആന്റണി സുധീരൻ ആവശ്യമില്ലാത്തൊന്നും പറയാതെ ഇരുന്നു. ഇല്ലെങ്കിൽ ചിലപ്പോൾ സുധീരൻ പൊട്ടിത്തെറിച്ചൊക്കെ പറഞ്ഞു. MMSന് പിന്നെ കെ സുധാകരൻ, രമേശ് ചെന്നിത്തല, VD സതീശൻ, വേണുഗോപാൽ, KC വേണുഗോപാൽ, മുരളീധരൻ, ഉണ്ണിത്താൻ, ആന്റണി, PJ കുര്യൻ, ചെറിയാൻ ഫിലിപ്പ്, MK രാഘവൻ, T സിദ്ദിഖ്, ആര്യാടൻ ഷൗക്കത്ത്, നിലമ്പൂർ പിന്നെ മണ്ഡലത്തിനകത്തെ എല്ലാ പഞ്ചായത്തും തൂത്തുവരിയൊക്കെ ബ്ലോക്ക് പഞ്ചായത്തിലെ ഇടതുമുന്നണിക്ക് ഒറ്റ സീറ്റില്ല എന്നുള്ള സ്ഥിതിയിലേക്ക് കുഞ്ഞാലിക്കുട്ടി സാഹിബിനോങ്കില്ലേ, ഫാദിഖലി തങ്ങൾക്കില്ലേ. മുസ്ലിം ലീഗ് എന്നുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം നിർണായകമായ ഫാക്ടറല്ലേ മുന്നണിക്കകത്ത്. ബാക്കിയുള്ള ഘടകകക്ഷികളെ ഇവർ മാനിച്ചില്ല. ജോസഫ് ഗ്രൂപ്പിനെ മാനിച്ചില്ലെങ്കിൽ ഒക്കെ നമുക്ക് മനസ്സിലാക്കാം. അത് എപ്പോൾ വേണമെങ്കിലും BJPയിലോട്ട് ചാടാൻ നിൽക്കുന്ന കയ്യാലപ്പുറത്ത് തേങ്ങയാണെന്നുള്ളത് അറിയാം. അപ്പോൾ അതുകൊണ്ട് അത് പിന്നെ വിട്ടുകളാം. ബാക്കിയുള്ള പാർട്ടികളെ ആരെയും ഇവർക്ക് തള്ളിക്കളയാൻ പറ്റുന്നത്. UDF എന്ന് പറഞ്ഞിട്ട് മുസ്ലിം ലീഗ് ഇതിന്റെ ക്രെഡിറ്റ് ഒറ്റക്കേറ്റെടുക്കാൻ പോയാൽ മുസ്ലിം ലീഗിന്റെ വിജയമാണെന്ന് പറഞ്ഞു. കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇനിയിപ്പോ നാളെ പറയായിരിക്കും ടീം മുസ്ലിം ലീഗ് എന്ന് പറയുമോ? പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് ഇഷ്ടപ്പെടുമോ? അതെ, അതൊരു ചിന്തിക്കണ്ടേ? അല്ലെ കൊല്ലത്ത് പറയുന്നത് ടീം RSPയുടെ വിജയമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒരു മര്യാദഘട്ട സംസാരമാണ്. അത് മാത്രമല്ല, അതിനകത്ത് പലരെയും മാറ്റി നിർത്തിയിട്ട് ഇത് പിന്നെ സൈബർ ഇടത്തിൽ പ്രചരിപ്പിക്കുന്നത് ഷോഫിക്കയുടെ ടീമാണത്. നമ്മൾ പിന്നെ പല പേജുകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കറിയാം. അവർ അതിന് മുമ്പ് ഇട്ടിട്ടുള്ള പോസ്റ്റുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഷോഫിക്ക ഫാൻസ് എന്ന് വെച്ചാൽ ഷോഫിക്കയുടെ തലയും കൂടി ഇതിനകത്ത് കയറ്റിയിട്ട് ബാക്കി പ്രധാനപ്പെട്ട പണിയെടുത്ത പല ആൾക്കാരെയും ഇതിനകത്ത് ഉൾപ്പെടുത്താതിരുന്നു. വേണ്ട, പാർട്ടി പ്രവർത്തകരല്ലാത്ത അഡ്വക്കേറ്റ് ജയശങ്കറിനെ പോലെ, ശ്രീജിത്ത് പണിക്കരെ പോലെ, ജോസഫ് സി മാത്യു പഴയ VSന്റെ പിന്നെ വിശ്വസനായ ജോസഫ് സി മാത്യു, സണ്ണിക്കുട്ടി എബ്രാഹിമിനെ പോലെയൊക്കെ ഉള്ളവരെടുത്തിട്ടുള്ള എഫേർട്ടുണ്ട്. അതായത് അവര് കോൺഗ്രസിന് വേണ്ടി പ്രചാരണം നടത്തി എന്നുള്ളതല്ല, അവർ വിളിച്ചു പറഞ്ഞ പല കാര്യങ്ങളും ജനങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ, പ്രായമുള്ളവർ തന്നെ. ഇപ്പോൾ TN പ്രതാപൻ എന്തൊക്കെ പറഞ്ഞാലും തൃശ്ശൂർ പുള്ളി പണിയെടുത്തിട്ടുണ്ട്. തൃശ്ശൂർ കോർപ്പറേഷൻ വെറുതെ കിട്ടിയതാ, അവിടെ ഷോഫിക്ക പോയിട്ടാണോ കിട്ടിയത്? അപ്പോൾ ഇത് സണ്ണി ജോസഫ് പറയണം, എൻ്റെ ഇത് പിന്നെ ടീം KPCC എന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ പോസ്റ്റുകൾ ഇറക്കരുതെന്ന് പറഞ്ഞിട്ട് ഇവരോട് പറയണം. അല്ലെങ്കിൽ നിങ്ങൾ ഇറക്കിക്കോ, നിങ്ങളുടെ മാത്രം ഫോട്ടോ വെച്ചാൽ എൻ്റെ ഫോട്ടോ ഒക്കെ. അതിനുള്ള ധൈര്യമൊന്നും സണ്ണി ജോസഫിനില്ല. KPCC ബെന്നി ബഹനാന്, TN പ്രതാപൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അനിലക്കരെ ഇവർ മറന്നു കളയാൻ പറ്റുമോ? അനിലക്കര പിന്നെ MLA ആയ ആൾ ഇനിയും മത്സരിക്കാൻ, നിയമസഭയിലേക്ക് മത്സരിക്കേണ്ടതിന് പകരം പഞ്ചായത്തിൽ പോയിട്ട് സ്വന്തം വാർഡിൽ മത്സരിച്ച് വിജയിച്ചു. അങ്ങനെ ഒരു മാതൃക കാണിച്ചു പഞ്ചായത്തിലോട്ട്. പാർട്ടി പറയുന്ന അടിസ്ഥാനം CPMൽ അങ്ങനെ ഉള്ളത്. CPMലാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോട് നാളെ പഞ്ചായത്തിലോട്ട് മത്സരിക്കാൻ പറഞ്ഞാൽ പാർട്ടി തീരുമാനിച്ചാൽ മത്സരിക്കണം. അങ്ങനെ തീരുമാനിക്കത്തില്ല, വേറെ കാര്യം. പക്ഷേ ആ രീതിയിൽ പാർട്ടിയുടെ പിന്നെ നിർദ്ദേശം ശിരസാ വഹിച്ച് പ്രവർത്തിച്ചിട്ടുള്ള അനിലക്കര. റിജിൽ മാക്കുറ്റി ചെറുപ്പക്കാരനാണ്. റിജിൽ മാക്കുറ്റി പോയത് ആദിഘടലായി എന്ന് പറയുന്ന ഡിവിഷൻ CPMന്റെ സീറ്റാണ്. ഇടതുമുന്നണിയുടെ സീറ്റിലാണ് പോയിട്ട് നിന്നിട്ട് ആ സീറ്റ് പിടിച്ചെടുത്തത്. എന്തെല്ലാം ആക്ഷേപങ്ങൾക്കറിയാം. എത്രയോ തല്ലുകൊണ്ട് വന്നതാ റിജിൽ മാക്കുറ്റി. ഷാഫി പറമ്പലിന്റെ കൂടെ KSUവിന്റെ സംസ്ഥാന ഉപാധ്യക്ഷനായിരുന്ന ആളാണ് റിജിൽ മാക്കുറ്റി. എത്ര അടി കൊണ്ടതാ. ഇപ്പൊ എറണാകുളം ജില്ലയ്ക്കകത്ത് നമ്മൾ നിൽക്കുമ്പോൾ തന്നെ ഇവിടെ ഷിയാസ് DCC പ്രസിഡന്റ്, ഷിയാസ് എടുത്തിട്ടുള്ള പണി നമുക്കറിയാം. ഇപ്പോൾ എൽദോ കുന്നപ്പള്ളി, അതേപോലെ തന്നെ ഉമാ തോമസ്, TJ വിനോദ് തുടങ്ങി ഇവരെല്ലാവരും ഇതിനകത്തുപെട്ട ഒരുപാട് പേരില്ലേ. ഇവരെല്ലാവരും അല്ലെങ്കിൽ ആരെയും പോസ്റ്റ് വെക്കാതെ UDFന്റെ വിജയം, UDFനെ വിജയിപ്പിച്ചവർക്ക് നന്ദി എന്ന് മാത്രം പറയുന്നതിന് പകരം അവിടെ PR വർക്ക് നടത്തി. ഞാൻ പറഞ്ഞില്ല, മാങ്കുട്ടത്തിൻ്റെ ഫോട്ടോ ഇടാൻ പറ്റാത്തതുകൊണ്ടാണ് ഇടാത്തത്, ഇല്ലെങ്കിൽ അതും കൂടി ഇട്ടേനെ. ഇങ്ങനെയുള്ള വലിയ ഒരു ടീമുണ്ട്. ചാണ്ടി ഉമ്മൻ, ശബരിനാഥൻ, ശബരി ഇത് പറഞ്ഞ പോലെ തന്നെ ഡിവിഷനിലേക്ക് കോർപ്പറേഷൻ പിടിക്കത്തില്ലെന്നറിയാം, മേയറാവാൻ പറ്റത്തില്ലെന്നറിയാം. പക്ഷേ BJPയുടെ സാധ്യതകൾക്ക് ഇത്രയെങ്കിലും ഒരു പിന്നെ വൻ ഭൂരിപക്ഷം അവർക്ക് കിട്ടുന്നതിന് ഏകപക്ഷീയമായിട്ട് ഭരിക്കാൻ പറ്റുന്ന സാഹചര്യം ഇല്ലാതാക്കിയത് ശബരിനാഥന്റെ സാന്നിധ്യമാണ്. പരാജയത്തിന് തീവ്രത കുറയ്ക്കാൻ സാധിച്ചു. ഇല്ലെങ്കിൽ പിന്നെ അവിടെ കോൺഗ്രസ് കഴിഞ്ഞ 9 സീറ്റിൽ നിന്നാണ് 19 സീറ്റിലോട്ട് എത്തിയതും ഇനി ഒരു സീറ്റ് പിടിക്കാനും ഉണ്ട്. അതുകൊണ്ട് തന്നെ കെ മുരളീധരൻ വട്ടിയൂർക്കാവിൽ നടത്തിയിരിക്കുന്ന നിസ്സാരമല്ല. വട്ടിയൂർക്കാവിലാണ് ഏറ്റവും കൂടുതലായിട്ട് നേടിയിരിക്കുന്നത്. അതുകൊണ്ട് ആലപ്പുഴ ജില്ലയ്ക്കകത്ത് ഹരിപ്പാടും ആലപ്പുഴയിലും ഒക്കെ രമേശ് ചെന്നിത്തലയുടെ സംഭാവനയും കോഴിക്കോട് രമേശ് ചെന്നിത്തലയുടെ സംഭാവനയും മറന്നു കളയാൻ പറ്റത്തില്ല. ടൈറ്റ് മത്സരമായിരുന്നു കോഴിക്കോട്. MK രാഘവന്റെ ഒരു ഇടപെടല്, സിദ്ദീഖ് നന്നായിട്ട് പണിയെടുത്തിട്ടില്ലേ, ചെറുപ്പക്കാരായിട്ടുള്ള VT ബലറാം, ബിനു ചുള്ളിയിൽ യൂത്ത് കോൺഗ്രസിന്റെ പിന്നെ ബിനു ചുള്ളിയിൽ പിന്നെ അബിൻ വർക്കി, ഇവരൊക്കെ ഫീൽഡിൽ ഇറങ്ങി പണിയെടുത്തവരാ. ഇതിനെല്ലാം ക്രെഡിറ്റ് തട്ടിയെടുത്തുകൊണ്ട് പോകുന്ന എട്ടുകാലി മമ്മൂഞ്ഞ് കളിക്കുന്നവരുടെ കൂട്ടത്തിനകത്ത് ഒരു എട്ടുകാലി മമ്മൂഞ്ഞായിട്ട് സണ്ണി ജോസഫിനെ പോലെ ഒരാൾ മാറാൻ പാടില്ല. അതിനകത്ത് വേറൊരു കാര്യം കൂടെ ഇവിടെ പറഞ്ഞു പോകുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യ ദിവസം 1ാം ഘട്ട ഇലക്ഷന്റെ അന്ന് രാവിലെ ദിലീപിനെ പിന്തുണച്ചുകൊണ്ട് അടൂർ പ്രകാശ് രംഗത്ത് വരുന്നു. അത് എത്രത്തോളം ദോഷം ചെയ്യുമായിരുന്നു പാർട്ടിക്ക് എന്നുള്ള കാര്യം ആലോചിച്ച് നോക്കണം. അതുകൂടാതെ 2ാം ഘട്ട ഇലക്ഷനിൽ എന്താ രാവിലെ സംഭവിച്ചത്? രാവിലെ സണ്ണി ജോസഫ് ഒരു ഇതുമായിട്ട് വരുന്നു. കാരണം ലീഗൽ ബ്രെയിൻ ഉണ്ട് ഈ രണ്ടാമത്തെ പരാതിക്കാർ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള രണ്ടാമത്തെ പരാതിക്കാരിക്ക് എന്നും പറഞ്ഞു വന്നപ്പോഴത്തേക്ക് അത് എത്രത്തോളം ഡാമേജ് ചെയ്തു പാർട്ടി എന്ന് ആലോചിച്ച് നോക്കി. അതായത് ശ്രദ്ധിക്കേണ്ട കാര്യം, ശ്രദ്ധിക്കേണ്ടത്, കേരളം മുഴുവൻ അലയടിച്ച് ഇങ്ങനൊരു പിന്നെ വിജയമുണ്ടായപ്പോഴും കൊല്ലം ബാലികേറാമലയായ കൊല്ലം പിടിച്ചെടുത്തപ്പോഴും കൊല്ലം ചരിത്രത്തിലാദ്യം കിട്ടുക. കൊല്ലത്തിനേക്കാൾ അങ്ങനെയാണെങ്കിൽ എളുപ്പമല്ലായിരുന്നോ കോഴിക്കോട് പിടിക്കല്? കോഴിക്കോട് എന്തുകൊണ്ട് ഇങ്ങനായി?
കോഴിക്കോട് പിടിക്കാൻ പറ്റിയില്ല. ഷാഫി അങ്ങോട്ട് തട്ടകം മാറ്റിയ അവിടെ ഷാഫി വോട്ട് വലിച്ചിട്ടുണ്ട്, അവിടെ അടിപൊളി നടത്തിയിട്ടുണ്ട്. അടിപൊളി നടത്തിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ വടകര മറ്റൊന്നുകൊണ്ടല്ല, അത് രമേശ് ചെന്നിത്തലയ്ക്കാണ് അവിടെ ചുമതല ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തല ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുവായിരുന്നു രമേശ് ചെന്നിത്തല, രാജ്മോഹൻ ഉണ്ണിത്താനും പിന്നെ വി ഡി സതീശൻ, മുരളീധരനും. ഈ 4 പേര്. അങ്ങനെയാണെങ്കിൽ വടകര ആലോചിച്ച് നോക്ക്. വടകര മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നിടത്ത് പിന്നെ ഷാഫിയുടെ തട്ടകത്തിൽ 48 ഡിവിഷനുകളുള്ളത്. 48-ൽ 28 ഇടതുമുന്നണിക്കാണ്. 15 സീറ്റാണ് UDF-നുള്ളത്, ഏത് ലീഗും കോൺഗ്രസും ഒക്കെ കൂടെ ചേർന്നിട്ട്. പിന്നെ അവർ അസോസിയേറ്റ് അംഗമായിട്ടുള്ള RMPക്ക് ഒരു സീറ്റുണ്ട്. RMPക്കാർ നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട് അവിടെ വടകര MLA കൂടിയാണ് പിന്നെ KK രമ. പക്ഷേ ഷാഫി പറമ്പിലിന്റെ ഇതിനകത്ത് എന്താ അഭിമാനിക്കാനുള്ളത്? ഷാഫി പറമ്പിൽ പിന്നെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കോഴിക്കോട് കോർപ്പറേഷന്റെ പല ഭാഗങ്ങളിൽ, പിന്നെ കോർപ്പറേഷൻ അല്ലെങ്കിലും അതിന്റെ സമീപ ഭാഗത്ത് കിടക്കുന്നതാണ് വടകര പാർലമെന്റ് മണ്ഡലം. ഷാഫിയുടെ സാന്നിധ്യമുള്ള ജില്ലയാണ് നിരന്തരമായിട്ട്. അവിടെ കോഴിക്കോട് കോർപ്പറേഷൻ പിടിക്കാൻ പറ്റിയില്ല, ബാക്കിയുള്ളവർത്തെല്ലാം പിടിച്ചല്ലോ. കൊല്ലം വരെ പിടിച്ചല്ലോ, അട്ടിമറിച്ചല്ലോ. കോഴിക്കോട് കോർപ്പറേഷൻ പിടിക്കാൻ പറ്റിയിട്ടില്ല. അതേപോലെ തന്നെ വടകര മുനിസിപ്പാലിറ്റി കാൽച്ചൂട്ടിലുള്ള അവിടെ പോയിട്ടാണ് അവസാനം പിന്നെ ഈ പാലം തകർക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. ആ നാടകം എല്ലാം കളിച്ചിട്ടും അത് മുനിസിപ്പാലിറ്റി ഓഫീസിൽ അവിടെയായിട്ട് അവർ മാർച്ച് നടത്തിയതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ മുമ്പിൽ പ്രശ്നം ഉണ്ടാക്കിയായിരുന്നു. അവിടെ എല്ലാം തകർന്നു പോയില്ലേ. 28 സീറ്റ് പിന്നെ കിട്ടുമ്പം അവരുടെ പകുതി സീറ്റാണ് കിട്ടുന്നത്, 15 സീറ്റ്. പിന്നെ ഇവർക്കൊരു സീറ്റും. BJPക്ക് 3 സീറ്റുണ്ട് അവിടെ. UDF-ന്റെ സ്വതന്ത്രം അവിടെ ജയിച്ചിട്ടുണ്ട്. വലിയ അവസരയ്ക്ക് എത്തി. 28 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 48-ൽ 28 ആകുമ്പോൾ ആരും സപ്പോർട്ടില്ലാതെ CPM-ന് ഭരിക്കാം, LDF-ന് ഭരിക്കാം എന്നുള്ള. അപ്പോൾ ഇവർക്ക് എന്താണ് ഇത് അർഹതയുള്ളത് ക്ലെയിം ചെയ്യാൻ എന്നുള്ളതാണ് ഈ വിജയത്തിൻ്റെ ക്ലെയിം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു ഫോട്ടോ ഒറ്റയ്ക്ക് സ്വന്തം ഫോട്ടോ മാത്രം. പണ്ടത്തെ രീതി എന്ന് പറഞ്ഞാൽ ഇവരുടെ ഫോട്ടോയും പിന്നെ രാഹുലിൻ്റെയും ഷാഫിലെ മാത്രം ഫോട്ടോ വെച്ചിട്ടായിരുന്നു പരിപാടി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഷാഫിലെ മാത്രമായിട്ട് വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് PR ആണെന്ന് തോന്നുന്നത്. അത് തോന്നിപ്പിക്കാതിരിക്കാൻ വേണ്ടി വേറെ 3-4 പേരെയും കൂടെ ഫോട്ടോ കൂട്ടത്തിൽ ചേർത്തിട്ട് BGM ഇട്ടിട്ട് ഇടുക. ഇതിനകത്ത് നാണമില്ലെന്ന് ചോദിക്കുന്നത്. അവിടെ സതീശൻ പറഞ്ഞതാണ് ടീം UDF. അങ്ങനെ പണിയെടുത്ത എല്ലാ ആൾക്കാരെയും വിഡ്ഢികളാക്കുന്ന ഉള്ള രീതിയിലുള്ള സംസാരം. ടീം KPCC എന്ന് പറഞ്ഞിട്ട് KPCCക്കാരെ മുഴുവനൊന്നും അംഗീകരിച്ചിട്ടില്ല അവർ. വേണ്ട, ഈ മുതിർന്ന ഏതാ വേക്കാനിയുടെ ഫോട്ടോ അതിനകത്ത് വെച്ചൂടെ? അനൂപ് ജേക്കബ് പിന്നെ RMP മുന്നണിക്കകത്തില്ല. എന്നാൽ തന്നെ അവർക്ക് ഇതിനകത്ത് വലിയൊരു പങ്കുവച്ചിട്ടില്ലേ? അവരുടെ തട്ടകങ്ങൾ അവർ നിലനിർത്തിയില്ലേ? തുടങ്ങി ഇങ്ങനെയുള്ള ഒരുപാട് ഘടകകക്ഷികളുടെ മുഖത്ത് കാർക്കിച്ചു വെക്കുന്നതിന് തുല്യമാണ് RSPയിലൊക്കെ. അവരെ അപമാനിക്കുന്നതിന് തുല്യമാണ്. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഇല്ലാന്ന് തുടങ്ങിയ മലബാറിലൊന്നും ഈ രീതിയിൽ മിന്നുന്ന വിജയത്തിലേക്ക് പിന്നെ UDF-നകത്ത് കോൺഗ്രസ് ഒറ്റയ്ക്ക് നിന്നിട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ടീം KPCC എന്ന വാക്ക് പറയുന്നത് ഒരിക്കലും ശരിയല്ല. അവിടെ കണ്ടുപിടിക്കേണ്ടത് LDF-നെയാണ്. LDF എന്തൊക്കെ പറഞ്ഞാലും നോക്കിയാൽ ഒരൊറ്റ MLA ഉള്ള അഹമ്മദ് ദേവർകോവിലിനും പിന്നെ ആന്റണി രാജുവിനും KB ഗണേഷ് കുമാറിനും കടന്നപ്പള്ളി രാമേന്ദ്രനും ഒക്കെ മന്ത്രിസ്ഥാനം 2 വർഷം വെച്ച് വിധിച്ചു കൊടുത്തു. അങ്ങനെ ചെയ്തൊരു മാന്യത ഇവർ കാണിക്കണം. അല്ലാതെ ഞങ്ങൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയെടുത്തതാണ് എന്ന രീതിയിലേക്ക് പ്രചരണം നടത്തുന്നവർ അവരുടെ ഷാഫിലെ മാത്രം ഫോട്ടോ കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് കൂട്ടത്തിൽ 2-3 പേരും കൂടെ കിടക്കട്ടെ എന്ന് പറഞ്ഞിടുമ്പം എൻ്റെ ഫോട്ടോനകത്ത് ഉൾപ്പെടുത്തരുത്. ഇത് ടീം KPCC എന്ന് മാത്രമല്ല, അത് ടീം UDF ആണ്. UDF-ന്റെ കെട്ടുറപ്പോട് കൂടിയിട്ട് പോയി കഴിഞ്ഞാൽ 2026 ഇത് പിടിക്കാൻ പറ്റും. അതിനെ തകർക്കുന്ന രീതിയിലുള്ള പ്രചാരണ മുദ്രാവാക്യങ്ങൾ, അങ്ങനത്തെ സ്ലോഗൻസ് വരരുത് എന്ന് തീരുമാനിക്കേണ്ടത് KPCC പ്രസിഡന്റാണ്. KPCC പ്രസിഡന്റിനെ നിലയ്ക്ക് നിർത്താൻ AICC നേതൃത്വം തന്നെ തയ്യാറാവണമെന്ന് എനിക്ക് പറയാനുള്ളത്.